അള്ളാഹ് പറഞ്ഞ വാക്കൊന്ന് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാഹ് പറഞ്ഞ വാക്കെന്തറിയോ? വഇൻ തതവല്ലൂ യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും സുമ്മ ലാ യകൂനൂ അംസാലകും. നിങ്ങൾ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ ദീന് വിട്ട് നിങ്ങൾ പുറകോട്ട് പോവുകയാണെങ്കിൽ, നിങ്ങളല്ലാത്തൊരു ജനതയെ അവൻ പകരം കൊണ്ടുവരുന്നതാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ഏതേത് നിയമങ്ങളെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്, ഏതേത് നിയമങ്ങളെയാണോ നിങ്ങളുടെ ദീനിൽ നിന്ന് മാറ്റിവെക്കുന്നത്, ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്നത്, റബ്ബ് പഠിപ്പിച്ച ഒരു സംഗതി നിങ്ങൾ മാറ്റിവെക്കുന്നുണ്ടോ? നമ്മൾ നമസ്കരിക്കുന്നില്ലേ എങ്കിൽ അള്ളാഹു നമസ്കരിക്കുന്ന ഒരു ജനവിഭാഗത്തെ പകരം കൊണ്ടുവരും. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നില്ലേ എങ്കിൽ അള്ളാഹു സക്കാത്ത് കൊടുക്കുന്ന ഒരു വിഭാഗത്തെ പകരം കൊണ്ടുവരും. നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നില്ലേ എന്നാൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരു ജനവിഭാഗത്തെ അള്ളാഹു പകരം കൊണ്ടുവരും. നമുക്ക് ഉംറക്കും ഹജ്ജിനും ദിക്റിനും സ്വലാത്തിനും തസ്ബീഹിനും തഹ്ലീലിനും സമയമില്ലേ? നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നില്ലേ എങ്കിൽ ഇതൊക്കെ അനുഷ്ഠിക്കാൻ താല്പര്യമുള്ള ഒരു ജനവിഭാഗത്തെ അള്ളാഹു പകരം കൊണ്ടുവരും. വല്ലാത്തൊരു പദമാണ്. എന്നിട്ട് അവർ നിങ്ങളെ പോലെ ആയിരിക്കുകയില്ല. അവർ റബ്ബിന്റെ നിയമങ്ങളെ സ്വീകരിക്കുന്നവരാ, റബ്ബ് പഠിപ്പിച്ച നിയമങ്ങളെ കൊണ്ടുവരുന്നവരാ, റബ്ബ് പാടില്ലെന്ന് പറഞ്ഞ നിയമങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാത്തവരാ. നോക്കണേ നിങ്ങൾ, വല്ലാത്തൊരു പദാട്ടോ അള്ളാഹ് പറഞ്ഞു. നമ്മളെ പോലെ ആവൂല. അള്ളാന്റെ ദീന് മുറുകെ പിടിക്കുന്ന ഒരു വിഭാഗാവുന്നു പഠിച്ചും പകരം കൊണ്ടുവരുന്നവര് നമ്മളെ പോലെ ആവൂല. നമ്മളിപ്പോ എങ്ങനെ അറിയോ? ചിലതിലൊക്കെ എടുക്കും, ചിലതിലൊന്നും എടുക്കൂല. അങ്ങനെ നമ്മളെ ദീന് ഇപ്പൊ അവനവമത. നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യത്തിൽ ഭയങ്കര വാശിയോ, കണ്ടോ ആൾക്കാര് കണ്ടോ, അങ്ങനെയല്ലേ അങ്ങനെയല്ലേ. ചില ആള് കള്ളുടിക്കണേനെതിരാവും. എന്താ നാട്ടിലൊക്കെ കള്ളുടിയന്മാരാണ്. നാലോ മൂപ്പര് ഇരിക്കുന്നിടത്തൊക്കെ ഒരു പുക അങ്ങനെ പൊന്തും. മൂപ്പർക്ക് ബീഡിവെല്ലിനോടായിരിക്കും വലിയ ഹരം. അതിനോട് മാത്രം മൂപ്പർക്ക് വലിയ പ്രതിപത്തിയൊന്നും ഉണ്ടാവില്ല. വേറൊരാൾക്ക് ബീഡിവെല്ലിനോടാ ദേഷ്യം ഉണ്ടാവുക, പുകവെല്ലിനോട്. അയാൾക്കോ സിനിമ കാണാൻ വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മളെ മനുഷ്യരുടെ അവസ്ഥ. അങ്ങനെ മുസ്ലിങ്ങളെ കൂട്ടത്തിലെ അവസ്ഥ പറഞ്ഞത്. അതുകൊണ്ട് ഒരുത്തരം ഒന്നിനെ വിമർശിക്കേണ്ടി ഓൻ്റെ